നമസ്കാരം. നമ്മുടെ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പീഡനത്തിനെതിരെ ഇരയായ അനുപമ സിസ്റ്ററിനെ ആരും മറന്നു കാണാൻ ഇടയുണ്ടാവില്ല. കാരണം അത്രയ്ക്ക് വിവാദമായിരുന്നു ആ കേസ്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകിയ സിസ്റ്റർ അനുപമ സഭാവസ്ത്രം ഉപേക്ഷിച്ചു. ഇതിൽ പരം നാണക്കേട് എന്താ ഉള്ളതല്ലേ സഭയ്ക്ക്? ജലന്ധർ രൂപയുടെ കീഴിൽ കോട്ടയം കുറവിലങ്ങാട്ട് പ്രവർത്തിക്കുന്ന സന്യാസി മഠത്തിൽ നിന്ന് 1.5 മാസം മുൻപാണ് അനുപമ ആലപ്പുഴ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയത്. MCW ബിരുദധാരിയാണ് ഈ അനുപമ എന്ന് പറയുന്ന ഈ സിസ്റ്റർ. നിലവിൽ വീടിന് സമീപത്തുള്ള പള്ളിപ്പുറം ഇൻഫോ പാർക്കിലെ IT സ്ഥാപനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയാണെന്ന് ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. അനുപമയുടെ പ്രതികരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോൾ ഈ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പീഡനത്തിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഏറ്റുവാങ്ങിയ ഈ അനുപമ സിസ്റ്റർ പീഡന കേസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാതെ വന്നതോടെയാണ് അനുപമയുടെ നേതൃത്വത്തിൽ കന്യാസ്ത്രീകൾ പരസ്യമായി സമരത്തിനിറങ്ങിയത്. 2018 ജൂണിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിൽ ഡോക്ടർ ഫ്രാങ്കോ മുളയ്ക്കലിനെ കോട്ടയം ജില്ലാ കോടതി 2022 ജനുവരിയിൽ കുറ്റമുക്തനാക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റങ്ങളൊന്നും ഇല്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോഴെന്താണ്, ഈ സഭയുടെ കീഴിലുള്ള കുറ്റങ്ങളെല്ലാം മറച്ചു വയ്ക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സഭയുടെ കീഴിൽ എന്ത് കുറ്റങ്ങളുണ്ട്, ഈ കന്യാസ്ത്രീകൾക്കെതിരെ എന്ത് കുറ്റങ്ങൾ ഉണ്ടായാലും, ഏത് പീഡനങ്ങൾ നടന്നാലും, എന്ത് പീഡനം നടന്നാലും അത് ഒന്നും പുറത്തറിയിക്കാതെ അതൊരു ചാക്കിട്ടങ്ങ് മൂടി വെക്കുകയാണ് പതിവ്. അതേ ചെയ്യാവുള്ളൂ. അല്ലാതെ അവിടെ അടിച്ചുവാരി വൃത്തിയാക്കരുത്. അടിച്ചുവാരി വൃത്തിയാക്കിയാൽ ഈ അനുപമ സിസ്റ്ററിനെ പോലുള്ളവർക്ക് സംഭവിക്കും. മുൻപ് അഭയ കൊലക്കേസ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. അതും എങ്ങനെയാണ് നടന്നതെന്ന് അതും ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. തെളിഞ്ഞു എന്നാൽ തെളിയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ അനുപമയുടെ കാര്യങ്ങളിൽ ഇതുവരെ ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയിട്ടില്ല, ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ മാധ്യമങ്ങളും അറിഞ്ഞു, പക്ഷേ എല്ലാം സദൈവ ഉള്ളിലേക്ക് വിഴുങ്ങുകയാണ് ഉണ്ടായത്. അതിന്റെ കാരണം എന്തായിരിക്കും? മറ്റൊന്നുമില്ല, ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നീതി അവിടെ ചാക്കിട്ട് മൂടപ്പെടുകയാണ് ചെയ്യുന്നത്, തുടച്ചു നീക്കപ്പെടുന്നില്ല. എന്തായാലും ഈ അനുപമ സിസ്റ്റർ ഇപ്പോൾ മഠം വിട്ട് മഠത്തിലെ വസ്ത്രം ഊരി ദൂരെ എറിഞ്ഞ് അവരുടെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചിട്ട് ഈ സിസ്റ്റർ ഇപ്പോൾ വീടിനടുത്തുള്ള IT പാർക്കിൽ, ഇൻഫോ പാർക്കിൽ ഇപ്പോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്. ജീവിക്കണ്ടേ? ഈ പീഡനത്തിന് സഹകരിക്കുന്ന സിസ്റ്റർമാർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? ഈ അനുപമ സിസ്റ്ററിനെ ലോകത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അവരുടെ ഉള്ളിൽ ഉണ്ടായ ആർജവമാണ്. വളരെ ആർജവത്തോടുകൂടി ഈ സഭയ്ക്കുള്ളിൽ നടക്കുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ പരാതി നൽകുകയും ചെയ്തപ്പോഴാണ് ഈ പീഡന കേസ് ഇവരുടെ മേൽ ഉണ്ടായത്. ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ഇതിപ്പോ അച്ഛനായാലും ബിഷപ്പായാലും ഇനി ആർച്ച് ബിഷപ്പായാലും ഇനി ആർക്കായാലും ഇവരെല്ലാവരും ഒരുപോലെയാണല്ലോ. കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത് സഭാവസ്ത്രം ഉപേക്ഷിക്കേണ്ടവർക്ക് ഉപേക്ഷിക്കാം. അത്രയ്ക്ക് അങ്ങോട്ട് അഭിമാനമുള്ളവർ ഉപേക്ഷിച്ച് പോകാം. എന്തായാലും ഈ കന്യാസ്ത്രീകളുടെ വെളിപ്പെടുത്തൽ അവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ഈ സഭയ്ക്കുള്ളിൽ നിൽക്കുന്നത്. സഭയുടെ മാനം കളയരുതല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് തീർച്ചയായും ഇവർ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുന്നത്. വന്നുപോയി ഇനി രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ അനുപമയുടെയും നിലപാട്. സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഈ വിള്ളലുകളും വിളർപ്പുകളും ഒക്കെ ഇതിനൊരു കാരണമാണ്. സഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു അന്തരീക്ഷമാണ് സഭയ്ക്കുള്ളിൽ നടക്കുന്ന ചില
വിള്ളലുകൾ. പലർക്കും പല വിധത്തിലുള്ള ആരാധനാക്രമങ്ങൾ വേണം എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയാണ് ക്രിസ്ത്യൻ സഭയെ പല തട്ടുകളിലാക്കി നിർത്തുന്നത്. പിന്നെ കൂട്ടത്തിൽ ഇതുപോലുള്ള ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലുള്ള വൈദികന്മാരുടെ നല്ല പ്രവർത്തികളും. അങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ കൊണ്ടാണല്ലോ ഈ അനുപമ സിസ്റ്ററിനെ പോലുള്ളവർ മഠം വിട്ടിറങ്ങി പോകുന്നത്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നൂറുകണക്കിന് സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ കേസ് മാത്രം പുറത്തേക്ക് വരുന്നു. അതിൽ ചിലത് മാത്രം വാർത്തകളാകുന്നു, അതിൽ ചിലത് മാത്രം കേസുകളായി. എന്തായാലും കേസുകളായാലും എന്തായാലും ഇതിൽ പീഡിപ്പിക്കപ്പെടുന്നവർ അനുഭവിക്കുകയും പീഡിപ്പിക്കുന്നവൻ രക്ഷപ്പെടുകയുമാണ് ഇതിൽ ചെയ്യുന്നത്. കാരണം ഒരു മേൽക്കോയ്മ ഈ പീഡിപ്പിക്കുന്ന വർഗത്തിനാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ പീഡിപ്പിക്കുന്ന വർഗം രക്ഷപ്പെടുന്നത്. എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന വർഗം എപ്പോഴും അവരുടെ നിലപാടിനനുസരിച്ച് അവർ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ആക്കി തീർക്കുകയോ അല്ലെങ്കിൽ അവർ തിരികെ വസ്ത്രം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് തിരികെ പോകേണ്ട ഒരു ഗതികേടോ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഈ സഭയ്ക്കുള്ളിലെ ഒരു ഐക്യം ഇല്ലായ്മയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതുപോലുള്ള ചില ഫ്രാങ്കോ മുളയ്ക്കൽമാർ ചെയ്യുന്ന അപരാധങ്ങളാണ് മറ്റുള്ള നല്ലവരെ പോലും ചീത്തയാക്കുന്നത്. നല്ല ഒരുപാട് അച്ഛന്മാരെ എനിക്കറിയാം. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായി സഹകരിച്ചിട്ടുണ്ട്, അവരുടെ കുർബാനകളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലൊന്നും പെടാത്ത ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലുള്ളവർ കാണിക്കുന്ന ചില പരിപാടികളാണ് ഈ നല്ലവരായ വൈദികന്മാരെ പോലും അവതാളത്തിലാക്കുന്നത്, അവരുടെ പേര് നശിപ്പിക്കുന്നത്. ഒരാൾ തെറ്റ് ചെയ്താൽ പേര് ആ സമൂഹത്തിന് മുഴുവനുമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ നല്ലവരായ വൈദികന്മാരും പെട്ടുപോകുന്നത്. ഇനി ഈ കന്യാസ്ത്രീകൾ അവരാണ് സഭയ്ക്ക് മാനനഷ്ടം ഉണ്ടാക്കി വെച്ചതെന്നുള്ള പേരിൽ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അവരെ പീഡിപ്പിക്കുന്നതല്ല വിഷയം, അവർ സഭയ്ക്ക് മാനക്കേടുണ്ടാക്കി എന്നതാണ് ഗുരുതരമായ വിഷയം സംഭവിക്കുന്നത്. ഇതുപോലുള്ള ചില ഫ്രാങ്കോ മുളയ്ക്കൽമാരെ സഭ ഒഴിവാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളത്. അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നിടത്തോളം കാലം സഭയ്ക്ക് ഇത് തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും അനുഭവമാർ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവർ വസ്ത്രം ഊരിയെറിഞ്ഞുകൊണ്ടേയിരിക്കും, ചിലരെ കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, ചിലർ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. അതൊന്നും തെളിയാനും പോകുന്നില്ല, തെളിയിപ്പിക്കപ്പെടാനും പോകുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലെ സഭയിൽ നടന്നു വരുന്നത്. അതേസമയം ഈ ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിക്ക് പിന്തുണയുമായി സമരം നടത്തിയ കുറവലങ്ങാട്ടെ 3 കന്യാസ്ത്രീകളും മഠം വിട്ടുപോയിട്ടുള്ളതാണ് അറിവ്. മിഷണറീസ് ഓഫ് ജീസസ് സന്യാസി സഭാംഗങ്ങളും കുറവിലങ്ങാട് നടുകുന്ന് സെന്റ് ഫ്രാൻസിസ് മിഷൻ ഹോമിലെ അന്തേവാസികളുമായിരുന്ന സിസ്റ്റർ അനുപമ, സിസ്റ്റർ നീന, റോസ്, സിസ്റ്റർ ജോസഫൈൻ എന്നിവരാണ് കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചത്. പരാതിക്കാരിയടക്കം 6 കന്യാസ്ത്രീകളാണ് മഠത്തിലുണ്ടായിരുന്നത്. 3 പേർ മഠത്തിൽ തന്നെയുണ്ട്. പല സമയങ്ങളിലായിട്ടാണ് ഇവർ കന്യാസ്ത്രീ വേഷം ഉപേക്ഷിച്ചത്. 3 പേരും ഇപ്പോൾ അവരുടെ വീടുകളിലാണ് ഉള്ളത്. കോൺവെന്റിൽ തുടരുന്നതിന്റെ മാനസിക സംഘർഷം ആണ് മഠം വിടാൻ ഇവരെ പ്രേരിപ്പിച്ചതെന്ന് ഇവരോട് അടുപ്പമുള്ളവർ പറയുന്നു. ഇതിനിടയിൽ സിസ്റ്റർ നീനയ്ക്ക് വാഹനാപകടം സംഭവിച്ചിരുന്നു. അതിൽ ഏറെ നാൾ ചികിത്സയിലായിരുന്നു. അതിനാൽ ഈ സിസ്റ്റർ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു.
മഠം വിടുന്ന കാര്യം ജലന്ധർ രൂപതയും കോൺവെന്റ് അധികൃതരെയും അവർ അറിയിച്ചിരുന്നതായാണ് അറിയുന്നത്. ജലന്ധർ രൂപത ബിഷപ്പ് സ്ഥലത്തെത്തി ഇവരോട് സംസാരിക്കുകയും ചെയ്തതായി സേവ് ദ സിസ്റ്റേഴ്സ് കൂട്ടായ്മ പ്രതിനിധി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 3 പേരും മാധ്യമങ്ങളെ കാണാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. മഠത്തിൽ നിലവിലുള്ള പരാതിക്കാരും 2 സിസ്റ്റർമാരും തയ്യൽ ജോലിയിൽ ചെയ്താണ് അവർ ഉപജീവനമാർഗം അവിടെ നടത്തിക്കൊണ്ടു പോകുന്നത്. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ല. ഇവർ പരാതി കൊടുത്തതിന്റെ പേരിൽ ഇവർ ഉപേക്ഷിക്കപ്പെട്ടവരെ പോലെ തന്നെയാണ് അവരുടെ മേലുള്ള മറ്റുള്ളവരുടെ മേൽനോട്ടം. അതുകൊണ്ട് തന്നെ ഇവർ അവരുടെ തുടരണോ വേണ്ടയോ എന്നുള്ള തീരുമാനങ്ങൾ പോലും അനിശ്ചിതത്വത്തിലാണ്. ഈ അനുപമ സിസ്റ്ററും മറ്റു 3 പേരും അവിടെ നിന്ന് മഠം വിട്ടു പോവുകയുണ്ടായി. തീർച്ചയായും അവർക്കുണ്ടായ ആ തിക്ത അനുഭവങ്ങൾ തന്നെയാണ് മഠം വിട്ടു പോകാൻ അവരെ പ്രേരിപ്പിച്ചതെന്ന് അവരോട് അടുപ്പമുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങൾ ഈ ക്രിസ്തീയ സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കത്തോലിക്ക സഭയെ ഒന്ന് പിടിച്ചു കുലുക്കിയ ഒരു കേസായിരുന്നു ഈ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെത്. ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ ആരോപണം 2014 മുതൽ 2016 വരെ കാലയളവിൽ 13 തവണയാണ് ഈ ഫ്രാങ്കോ മുളയ്ക്കൽ ഈ സിസ്റ്ററിനെ കഠിനമായി ബലാത്സംഗം ചെയ്തത്, പീഡിപ്പിച്ചത് എന്നാണ് ആരോപണം. ഈ ആരോപണം ഉന്നയിച്ചത് മഠം അന്തേവാസിയായ കന്യാസ്ത്രീയുടെ പരാതിയിലാണ്. കുറവിലങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2018 സെപ്റ്റംബറിൽ ബിഷപ്പ് അറസ്റ്റിലായി. കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി അടച്ചിട്ട മുറിയിൽ 105 ദിവസം നീണ്ട വിചാരണ നടപടിക്ക് ശേഷം 2022 ജനുവരി 14 ബിഷപ്പിനെ വെറുതെ വിടുകയായിരുന്നു. ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായി വിചാരണ നേരിട്ട രാജ്യത്തെ ആദ്യത്തെ കത്തോലിക്ക ബിഷപ്പായിരുന്നു ഫ്രാങ്കോ മുളയ്ക്കൽ. ഈ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ വികാരം തീർത്തത് 13 പ്രാവശ്യമാണെന്ന് ഈ കന്യാസ്ത്രീ പറയുന്നുണ്ട്. ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ അവരുടെ വികാരം തീർക്കുവാനുള്ള ഒരു ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് ഈ കന്യാസ്ത്രീകളെ എന്ന് വ്യക്തമാകുന്നുണ്ട്. 1 തവണയോ 2 തവണയോ അല്ല, 13 തവണയാണ് തുടർച്ചയായി ഈ ഫ്രാങ്കോ മുളയ്ക്കൽ കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചത്. അവസാനം 2022 ഫ്രീ ആയി ഇറങ്ങി പോവുകയും ചെയ്തു. 105 ദിവസം വിചാരണ തടവുകാരനായി കഴിഞ്ഞു എന്നുള്ളതല്ലാതെ മറ്റൊരു ശിക്ഷയും അദ്ദേഹത്തിന് കിട്ടിയില്ല, കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നായിരിക്കും അതിന്റെ അർത്ഥം വരുന്നത്. ഉന്നത തലങ്ങളിലുള്ള പല ഇടപെടലുകൾ കാരണം മാത്രമായിരിക്കാം ഇതിന്റെയൊക്കെ കാരണം. ഫ്രാങ്കോ മുളയ്ക്കലിനെ രക്ഷിച്ചെടുക്കാൻ സഭ നടത്തിയ ഒരു അതീവ ശ്രമത്തിന്റെ ഫലമായാണ് ഫ്രാങ്കോ മുളയ്ക്കൽ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഈ സിസ്റ്റർ അനുഭവമായി പോലുള്ളവർ ഇന്ന് വീട്ടിൽ പോയിരിക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. അതുകൊണ്ട് ഇനിയും ഇതുപോലെ ഈ സിസ്റ്റർമാർക്കുണ്ടായതുപോലെയുള്ള തിക്താനുഭവങ്ങൾ ഇനിയും സഭയ്ക്കുള്ളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സഭയുടെ മേലധികാരികൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. ആ ശ്രദ്ധ എല്ലായിടത്തേക്കും കൊടുക്കേണ്ടതാണ്. നല്ലവരായ വൈദികരെ പോലും ചീത്തയാക്കാതിരിക്കാൻ സഭയ്ക്ക് പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ആ സംഘം തന്നെ വേലി തന്നെ വിളവ് തിന്നാതിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഇതിൽ നിന്നുള്ള നല്ല ഫലം കിട്ടുകയുള്ളൂ. ഈ പീഡനത്തിനിരയായതും മരണപ്പെട്ടതുമായ സിസ്റ്റർമാർക്ക് നീതി ലഭിക്കണമെങ്കിൽ നീതി നടപ്പാക്കുന്ന ദൈവം തന്നെ ഇറങ്ങി വന്ന് നീതി നടപ്പാക്കിയെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അല്ലാതെ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് സംഭവിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ സഭ നോക്കേണ്ടതും തന്നെയാണ്. നോക്കിയില്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. ഇനിയും ഇതുപോലുള്ള 100 ഫ്രാങ്കോ മുളയ്ക്കൽമാർ സഭയ്ക്കുള്ളിൽ ഉണ്ടാവാം. അവരെയൊക്കെ യഥാസമയം തിരിച്ചറിഞ്ഞ് സഭയ്ക്ക് പുറത്താക്കേണ്ടതാണ് ചെയ്യേണ്ടത്.
ആദ്യം താക്കീത് കൊടുത്ത് നോക്കുക. അതിലും കേട്ടില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ചാൽ പുറത്താക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇതുപോലെ ഫ്രാങ്കോ മുളയ്ക്കലിനെ പോലുള്ളവരെ സഭ സംരക്ഷിച്ച് കൂടെ നിർത്തുകയാണെങ്കിൽ വീണ്ടും അഭയ കേസും ഇതുപോലുള്ള അനുപമ കേസും സിസ്റ്റർമാർ വസ്ത്രം ഊരിയെറിഞ്ഞ് തിരികെ അവരുടെ വീടുകളിൽ പോയി മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. അത് സഭയ്ക്ക് ഉണ്ടാകേണ്ട ഒരു നാണക്കേട് തന്നെയാണ്. എന്തായാലും സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള നാട്ടുകാർ തന്നെയാണല്ലോ. നാട്ടുകാരും ശ്രദ്ധിക്കുക. ചിലവരുണ്ട് ഈ വൈദികന്മാർക്ക് കൂട്ടിക്കൊടുക്കുന്നവന്മാർ. അവന്മാരെ യഥാസമയം കണ്ടെത്തി അവരെയും വിലക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ സഭ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ നമസ്കാരം.